Hey beautiful souls, you will be here for Agam Talks. This is Anil. അപ്പോൾ നമ്മൾ കുറേ ആയി ഇതേപോലെ ഒരു ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നതൊക്കെ ട്രാവൽ വ്ലോഗ്സ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളിലെ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ വ്ലോഗിലൂടെ കൊണ്ടുവരാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ കരുതി നമ്മളുടെ മാൽദീവ്സിലെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ആയിട്ട് വാട്സപ്പിലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലായാലും അതുപോലെ നമ്മളുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ കമൻറ്റ് സെക്ഷനിലായാലും ഒക്കെ നമുക്ക് ധാരാളം എൻക്വയറീസ് വരാറുണ്ട്. എങ്ങനെയാണ് ഇവിടേക്കുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജോലി കിട്ടുക, എസ്പെഷ്യലി ടീച്ചിങ് ജോബുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം എൻക്വയറീസ് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ടീച്ചിങ് ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മാൽദീവ്സിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി വഴിയായിട്ടാണ് ഇവിടേക്കുള്ള ടീച്ചർ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് വഴിയായിട്ടായിരിക്കും ഇവിടുത്തെ വേക്കൻസീസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയാസ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസിലൂടെയോ അതുപോലെ തന്നെ ഈ ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പുകൾ, വാട്സപ്പിലുള്ള ഗ്രൂപ്പുകളിലൂടെയൊക്കെയാണ് ഈ ഏജൻസീസ് ഇവിടെയുള്ള ആ ഒരു വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് മിനിസ്ട്രി വേക്കൻസീസ് വരുന്ന സമയത്ത് ഏജൻസീസിനെ അറിയിക്കും. ഏജൻസീസ് അതൊരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള സോഷ്യൽ മീഡിയാസിലൂടെ നമ്മൾ അറിയുകയും നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വന്നതും ഇതേപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ള ഒരു വേക്കൻസി കണ്ട് അതിലൂടെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാനും വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് നിങ്ങൾക്ക് പോയി വരാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു ഏജൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഏജൻസിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ നമ്പേഴ്സ് ഒക്കെ സേവ്ഡ് ആണെങ്കിൽ അവിടെ വരുന്ന വേക്കൻസീസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഏജൻസിയെ പോയി കാണാൻ പറ്റുന്ന സ്ഥലത്ത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും എനിക്ക് മെസ്സേജ് വരാറുണ്ട് ഈ ഏജൻസിക്കൊക്കെ പൈസ കൊടുക്കണം, അപ്പോൾ അത് സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അറിയുന്ന ഒരു ഏജൻസി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് അതായത് ഈ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഗൂഗിൾ ഫോം അയച്ചു തരും. ആ ഗൂഗിൾ ഫോമിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുകൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതായത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂസ് തന്നെ 2 തരമുണ്ട്. അതായത് ഓറൽ ഇൻ്റർവ്യൂ ഉണ്ട്, റിട്ടൺ ഇൻ്റർവ്യൂ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഓറൽ ആൻഡ് റിട്ടൺ 2 ടൈപ്പ് ഇൻ്റർവ്യൂസും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പിന്നെ നമുക്കൊരു 15 ഡേയ്സ് കൊണ്ട് നമ്മളുടെ ആ ഒരു റിസൾട്ട് നമുക്ക് വരും. അപ്പോൾ ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഓഫർ ലെറ്റർ ഒക്കെ റെഡി ആയത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് കണ്ടിട്ട് വരാം. ഗൂഗിൾ ഫോമിൽ ആദ്യം ഫില്ല് ചെയ്യാനുള്ളത് ഇമെയിൽ അഡ്രസ്സ് ആണ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അതിലേക്കായിരിക്കും ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ നെയിം കൊടുക്കാനുണ്ട്. ആ പേര് കൊടുക്കുന്നത് പാസ്പോർട്ടിലുള്ള അതേ പേര് തന്നെ ആ പാസ്പോർട്ടിൽ നോക്കിയിട്ട് ഫില്ല് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ആ നെയിം എഴുതുന്ന സമയത്ത് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇനി അതിന് തൊട്ട് താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അതും ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തിന് താഴെയായിട്ട് നാഷണാലിറ്റി ആണ് കൊടുക്കേണ്ടത്. നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് പറയുന്ന നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ ജെൻഡർ ആണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ പാസ്പോർട്ട് നമ്പർ കൊടുക്കണം. അപ്പം പാസ്പോർട്ട് നമ്പർ കൊടുക്കുന്ന സമയത്ത് വിതൗട്ട് ലീവിങ് എനി സ്പേസ് ബിറ്റ്വീൻ ലെറ്റർ ആൻഡ് നമ്പർ, അതിനൊരു ഉദാഹരണമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം പാസ്പോർട്ട് നമ്പർ കൊടുക്കാൻ. അതിനുശേഷം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് നമ്മളുടെ പാസ്പോർട്ടിൽ ഉണ്ടാവും. ആ ഡേറ്റ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് താഴെയായിട്ട് പാസ്പോർട്ട് എപ്പോഴാണ് എക്സ്പയർ ആവുന്നതെന്നുള്ള ഡേറ്റ് കൂടിയിട്ട് കൊടുക്കണം.
പിന്നെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്ന സമയത്ത് ആ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു നമ്പർ തന്നെ കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ഇൻട്രസ്റ്റഡ് ടീച്ചിങ് ലെവൽ എന്ന് പറയുന്നതാണ്. സെക്കൻഡറി, ഹയർ സെക്കൻഡറി, പ്രൈമറി 3 ഓപ്ഷൻസ് ആണുള്ളത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളുടെ ഒരു 7th മുതൽ 10th വരെ ഉള്ളതിനെയാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ 11th 12th ആണ്. അതുപോലെ പ്രൈമറി എന്ന് പറയുമ്പോൾ അറിയാലോ 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെ ഉള്ളതിനെയാണ്. അപ്പം നിങ്ങൾ ഏതാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് ലെവലാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് വേണം നിങ്ങളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അവിടെ കൊടുക്കാനുള്ളത് ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഏത് സബ്ജക്റ്റിലാണ് ഡിഗ്രി നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത് അതിനനുസരിച്ച് വേണം അവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണോ, സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് എന്താണോ അത് വേണം അവിടെ സെലക്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് ഇൻട്രസ്റ്റഡ് സബ്ജക്ട് 2, രണ്ടാമതൊരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക. സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ ലെറ്ററിൽ പാസ്പോർട്ടിലുള്ള അതേ അഡ്രസ്സ് തന്നെ കൊടുക്കണം. പിന്നെ ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രി, നമ്മളുടെ ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രി ഏതാണോ അതിന്റെ പേര് നമ്മൾ അവിടെ എഴുതണം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേണം നമ്മൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മറ്റൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അവിടെ ചേർക്കാം. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് ചേർക്കാനുള്ള ഒരു ഭാഗമുണ്ട്. അതുപോലെ PhD ഉണ്ടെങ്കിൽ അത് ചേർക്കാനുള്ള ആ ഒരു ഭാഗമുണ്ട്. അപ്പം ഏതാണോ സബ്ജക്റ്റ് അത് അവിടെ തന്നിരിക്കുന്നത് പോലെ തന്നെ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് എത്രയാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള ഒരു പ്ലേസ് അവിടെ ഉണ്ട്. അതിനുശേഷം പാസ്പോർട്ടിന്റെ ബയോഡേറ്റ പേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അത് ചില സമയങ്ങളിൽ PDF ആയിട്ടായിരിക്കാം, ചില സമയങ്ങളിൽ JPG ഫയൽ ആയിട്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ അത് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അഡോബി സ്കാൻ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫോണിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണത്. അപ്പൊ അത് ഒരു PDF ആയിട്ടും അതുപോലെ JPG ഫയലായിട്ടും നമ്മളുടെ കയ്യിൽ കരുതുക. എന്നിട്ട് അവിടെ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം പാസ്പോർട്ടിന്റെ അഡ്രസ് പേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു ഫയൽസ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷന്റെയും ഡിഗ്രിയുടെയും PhDന്റെ ഒക്കെ കൊടുക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് ലെറ്റർ, അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫോട്ടോ ഓഫ് കാൻഡിഡേറ്റ് ഹോൾഡിംഗ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, നമ്മൾ ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോസ്, അത് ഡിഗ്രിയുടെയും പോസ്റ്റ് ഗ്രാജുവേഷന്റെയും PhDയുടെയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചു നിൽക്കുന്നതിന്റെ ഫോട്ടോസ് എടുത്തിട്ട് അതിനെ ഒന്നുകിൽ JPG ഫയലിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു PDF ഫയലിൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടുള്ള, അത് ഓപ്പൺ ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ കൂടെ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. മാൽദീവ്സിലേക്കുള്ള ടീച്ചിങ് ജോബിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിവരം അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ജോലിക്ക് നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് അൻലിവി സൈനിങ് ഓഫ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.